ചൊവ്വാഴ്ച വൈകുന്നേരം ആഞ്ഞു വീശിയ കാറ്റിൽ 35 മൈൽ ടിആർ&ഡി എസ്റ്റേറ്റിൽ വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റിലെ ഇഡിക്കെ ആനക്കുളം ഭാഗങ്ങളിലെ ലയങ്ങൾക്ക് മുകളിലേക്ക് വൻമരങ്ങൾ കടപുഴകി വീണു. അപകട സമയത്ത് ലയങ്ങൾക്കുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇഡിക്കെ ഭാഗത്തെ അംഗൻവാടിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം വീണ് പ്രദേശവാസികളെ നടുക്കി. 4 മണി കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയതിനാൽ മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. 4ഓളം ലയങ്ങൾ ഭാഗികമായി കാറ്റിൽ തകർന്നു. കാറ്റിൽ നിരവധി ലയങ്ങളുടെ മേൽക്കൂരിലെ ഷീറ്റുകളും ഓടുകളും പറന്നുപോയി. അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന പലതവണ എസ്റ്റേറ്റ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. അപകടാവസ്ഥ ബോധ്യപ്പെട്ടിട്ടും അധികൃതർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണെന്ന് മുൻ വാർഡ് മെമ്പർ പ്രഭാവതി ബാബു പറഞ്ഞു. തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ 13ാം വാർഡിന്റെ ഇഡിക്കെ എന്ന പ്രദേശമാണ് ഇന്നലെ കാറ്റും മഴയത്ത് ഈ ലയം ആകെ മരം കടപുഴകി വീണ് നാശനഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ 13ാം വാർഡിൻ്റെ മെമ്പറായിരുന്നു. ഈ ഇഡിക്കെ അംഗൻവാടിയിലെ ടീച്ചറും കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരമായി ഈ ടിആർ&ഡി എസ്റ്റേറ്റ് മാനേജറെ, മണിക്കൽ എസ്റ്റേറ്റ് മാനേജറെ നിരന്തരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ കത്ത് വെച്ചുകൊണ്ട് മാനേജർക്ക് കത്ത് കൊടുത്ത് ഇത് ഇവിടുത്തെ ഈ ലയത്തിൽ താമസിക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണിയാണ് ഈ ലയത്തിന് പുറകിൽ നിൽക്കുന്ന മരങ്ങളെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മാനേജരെ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മാനേജർ ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുള്ളത്, നാളെ ഞാൻ മരം മുറിക്കാനായിട്ട് ആളുകളെ പറഞ്ഞു വിടുന്നതാണ് എന്നൊരു നിർദ്ദേശവും തന്ന് ഞങ്ങളെ മടക്കി അയക്കുന്ന പതിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ടിആർ&ഡി മാനേജ്മെൻറ്റിന് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നൊരു വാക്കാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തൊഴിലാളികളുടെ ജീവൻ പണയപ്പെടുത്തി എസ്റ്റേറ്റ് മാനേജ്മെന്റ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. മരങ്ങൾ വെട്ടിമാറ്റുവാൻ തയ്യാറായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് അംഗം ബിജു പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം 5-ാം തീയതിക്ക് മുൻപായി ആനക്കുളം മേഖലയിൽ ഇതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിന് തൊഴിലാളികളുടെ 2 ലയങ്ങൾ പൂർണ്ണമായും നാമാവശേഷമായി. ഒരു കൊച്ചുകുട്ടി അടക്കം വളരെ ഭാഗ്യവശാലാണ് അവർ രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇന്നലെ നടന്ന ആ കാറ്റത്ത് ഒരു അംഗൻവാടിയും അതോടൊപ്പം തന്നെ 2ഓളം കുടുംബക്കാരും വളരെ ഭാഗ്യവശാലാണ് അവർ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് ഈ കാറ്റിൻ്റെ ഇത് മൂലം വലിയ മരം കടപുഴകി വീഴുകയാണ് ചെയ്തത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും അധികാരികളെ, ടിആർ&ഡി എസ്റ്റേറ്റ് അധികാരികളെ അറിയിക്കുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസം 11/5/2026 ഞാനും രേഖാമൂലം ഒരു കത്ത് മാനേജരെ അറിയിക്കുകയും മാനേജർ ഇത് മരം മുറിച്ചു മാറ്റുന്നതിലേക്കിട്ട് നടപടി ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന് അറിയിച്ചത്. പക്ഷേ യാതൊരുവിധ ഇടപെടലും ഈ കമ്പനി എന്ന നിലയ്ക്ക് ചെയ്യുന്നില്ല. ഇത് ഈ 13ാം വാർഡിലെ എല്ലാ ലയങ്ങളുടെ പിൻഭാഗത്തും പാഴ്മരങ്ങളും അതുപോലെ തന്നെ പ്ലാവ്, മാവ് എന്നിവയുള്ള വൃക്ഷങ്ങൾ, വലിയ വടവൃക്ഷങ്ങളാണ് നിൽക്കുന്നത്. ഇതൊന്നും ഇവിടെ ഇത് മുറിച്ചു മാറ്റുവാനായിട്ടുള്ള അറിയാവുന്ന തൊഴിലാളികൾ കമ്പനിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അവരെ പോലും പ്രയോജനപ്പെടുത്തി ചെയ്യുവാൻ തൊഴിലാളികൾ തയ്യാറാണെങ്കിൽ പോലും പക്ഷേ കമ്പനി ഇതിനകത്ത് തയ്യാറാകുന്നില്ല. ആ ഒരു നിലപാട് കമ്പനി സ്വീകരിക്കുന്നതിനാൽ യാതൊരു കാരണവശാലും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി വർഷങ്ങളായി പറഞ്ഞിരിക്കുന്ന വിഷയം ഇവർ പരിഹരിക്കാത്തതിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് ഈ വാർഡിൽ നിന്നും എങ്ങും പോകാതെ ഈ വാർഡിൽ തന്നെ ഇതിനൊരു നടപടി എന്നാവുന്നു അന്ന് ഇവിടുന്ന് ഈ ഇഡിക്കയിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അതാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന മരങ്ങൾക്ക് കീഴിൽ ഭീതിയോടെയാണ് തങ്ങൾ അന്തി ഉറങ്ങുന്നതെന്നും ലയങ്ങളിലെ താമസക്കാരും പറയുന്നു. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. 6-7 കുടുംബം ഇതുപോലെ വൻ മരങ്ങളാണ്. ഇതിപ്പം ഏതും അങ്ങനെ പറഞ്ഞ് 2ാമത്തെ വർഷം ആകുമ്പോൾ ഈ വിഷയങ്ങളുണ്ടാകുന്നു. ഇത് ആരുടെ ഭാഗ്യം കൊണ്ട് കിടന്ന് താമസിക്കുന്നവരുടെ വീടുകളിൽ വീഴാഞ്ഞത് ഭാഗ്യം. ഓരോ ലയെന്ന് പറയുമ്പോൾ 6 മുറി, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ താമസിക്കുന്നത് വേക്കൻ്റായിട്ട് കിടക്കുന്നു. എല്ലാ വേക്കൻ്റായി കിടന്ന റൂമിൻ്റെ പുറത്തായതുകൊണ്ട് മറ്റു അപകടമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതൊക്കെയുള്ളൂ. 10-60 വയസ്സായി. നമുക്കൊരു ഭീഷണിയാണ്. രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റി അത് എത്രയും വേണം ഞങ്ങൾക്കും അതിൻ്റെ വേണ്ട രീതി അത് ഉന്നത അധികാരികൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് ചെയ്തു തരണം.
ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞാലും മെമ്പറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള ഞങ്ങളുടെ ആൾക്കാർ ഒന്നാമത് ഞങ്ങൾ 5-8 കുടുംബക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഔട്ട് സൈഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഭീഷണി ഒന്നാമത് ആനയും പുലിയും കടുവായും പോത്തും എല്ലാം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എത്രയും വേണ്ടതാണ്. ഇല്ലേ ഞങ്ങളുടെ മെമ്പറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഇരിക്കും. തൊഴിലാളികളുടെ ജീവന് പുല്ലുവില നൽകുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാലവർഷം കനക്കുന്നതിന് മുൻപ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ ഇനിയും വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന ഭീതിയിലാണ് ലയങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.